ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മക്രോണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണിത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം മക്രോണി വേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് തിളയ്ക്കണ വരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളയ്ക്കതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മക്രോണിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വേവണ വരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒന്ന് പാത്രത്തിലൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 8 മിനിറ്റ് ആകുമ്പോഴേക്കും മക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മക്രോണി ഒരു 8 മിനിറ്റ് ഒക്കെ വന്നു. അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് അതിലേക്കൊന്ന് ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിനെ ഒഴിച്ച് കൊടുക്കുന്നത്. അതെന്താ വെച്ചാൽ ഈ മക്രോണി നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമണം ഒന്ന് പോകണ വരയ്ക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 2 സവാള, മീഡിയം സൈസ് സവാളയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വാടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവരേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനിയൊരു തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ 2 തക്കാളിയാണ്, മീഡിയം സൈസ് തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ രണ്ടും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതുവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണ വരേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് പോകണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് പോയി വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഈ സവാളയും തക്കാളിയും അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം നല്ലൊന്ന് യോജിച്ച് വരാൻ വേണ്ടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടൊമാറ്റോ സോസ് മാത്രം മതി, നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി അതും ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മക്രോണി നമ്മൾ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മക്രോണിയിലേക്ക് മസാലകളൊക്കെ നല്ല രീതിയിലൊന്ന് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഈ മക്രോണിയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചെയ്താലും നന്നായിട്ടിതൊന്ന് ആ മസാലയെല്ലാം ഇതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ മസാലകളൊക്കെ ഈ മക്രോണിയിലേക്ക് ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഒന്ന് കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഇത് ഇവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും.